ഇന്നത്തെ ടോയ്ലറ്റ് വൃത്തിയാക്കേണ്ട ഡ്യൂട്ടി നിന്റേതായിരുന്നു. പിന്നെന്താ ചെയ്യാതിരുന്നത്? ഓർത്തു വെച്ചോ, ഇത് ജയിലാണ്. ജയിൽ. ജിൻഡൽ സാറിന്റെ മരുമകന്റെ വീടൊന്നുമല്ല. നീ ഞങ്ങളുടെ നായ. കണ്ടോ, നിന്റെ ഭാര്യ വീട്ടുകാരൻ നിന്നെ നന്നാക്കാനാ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടത്. മനസ്സിലായോ? ഇനി ഷോക്ക് ട്രീറ്റ്മെന്റിന് റെഡി ആയിക്കോ. ഷോക്ക് കൊടുക്ക്. കുറച്ചുകൂടി ശക്തിയായി, ഇനിയും ശക്തിയായി. ഈ ജയിലില് ഞാൻ പ്രിസൺ നമ്പർ 302 വിശ്വസിക്കാനാവുന്നില്ല. ഈ നരകത്തില് 3 വർഷം ഞാൻ കഴിഞ്ഞു. ഞാൻ കൃഷ് ഖന്ന. നിനക്ക് പോകാനുള്ള സമയമായി ഖന്ന. നിനക്കിപ്പോ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഒരു കുറ്റവും ചെയ്യാതെ കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഈ ജയിലിൽ നരകിക്ക. ഇന്നത്തെ കാലത്ത് വെറുതെ ഒന്നും കിട്ടാറില്ലല്ലോ മിസ്റ്റർ ജയിലർ സാർ. എന്തായാലും നന്ദി. ഞാൻ പോകുന്നു. എനിക്കെന്താ സംഭവിക്കുന്നത്? നിന്റെ ശത്രുക്കൾ തന്നൊരു സമ്മാനം ഇത്. ഒരു ഡിവൈസ്. അതിലെ ചിപ്പ് ഓരോ സെക്കൻഡിലും നിന്റെ ശരീരത്തിലൂടെ വൈദ്യുതി കടത്തിവിടും. ആ റിമോട്ട് ഉപയോഗിച്ചാണ് നിന്നെ നിയന്ത്രിക്കാൻ കഴിയുക. എപ്പോൾ വേണമെങ്കിലും നിന്നെ തളർത്താം. എപ്പോൾ വേണമെങ്കിലും നിന്നെ കൊല്ലാനും കഴിയും. ജയിലിൽ നിന്ന് നീ പുറത്തു പോകും. പക്ഷേ ജീവിതകാലം മുഴുവൻ നീ സ്വതന്ത്രനായിരിക്കില്ല. മനസ്സിലായോ? റിമോട്ട് ആരുടെ കയ്യില? അത് നിന്റെ ഭാര്യയുടെ കയ്യിലായിരിക്കും. അവളെ ഒരിക്കലും ദേഷ്യം പിടിപ്പിക്കരുത്. ഓ, നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ കാറ് വന്നിട്ടുണ്ട്. സമയം കളയാതെ പോ പോ പോ. അയ്യോ, നിന്റെ കോലം ഒന്ന് നോക്ക് ബ്രദറിൻലോ. നടുവൊക്കെ കുനിഞ്ഞു പോയല്ലോ. ശരീരം മുഴുവൻ ക്ഷീണിച്ചു. കണ്ണിന് താഴെ കാണുന്ന കറുത്ത പാടുകളും. നിന്നെ കണ്ട ഇപ്പോ കൃഷ് ഖന്നയാണെന്ന് ആരും പറയില്ല. എന്റെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി ജിൻഡൽ കുടുംബം മാത്രമാണ്. സാരമില്ല. എന്റെ സാധനങ്ങൾ എടുത്താൽ നിങ്ങളുടെ കൈ അഴുക്കാകും. സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ പഠിച്ചവനാണ് ഞാൻ. ഇതും ഞാൻ തന്നെ നോക്കിക്കോളാം. നന്ദി മാഡം. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറ. മാഡമോ? എന്നെ മാഡം എന്ന് വിളിക്കാനായോ? ബ്രദറിൻലോ 3 വർഷം ജയിലിൽ കിടന്നിട്ട് നല്ല അഭിനയം കാണിക്കാനും കുത്തിപ്പറയാനും ഒക്കെ പഠിച്ചല്ലേ? അഭിനയാണോ? എന്നെ വേലക്കാരനെ പോലെ കാണുന്നത് ജിൻഡൽ കുടുംബത്തിന്റെ പഴയ ശീലം. അതിനൊത്ത് ജീവിക്കുന്നത് എന്റെയും ശീലമായിപ്പോയി. മിണ്ടാതിരിക്കെ. വെറുതെ ഓരോന്നും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നിനക്ക് സംഭവിച്ചതെല്ലാം നിന്റെ സ്വന്തം പ്രവൃത്തികളുടെ ഫലമാ. അതുകൊണ്ട് എന്റെ മുന്നിൽ ഈ നാടകം കളിക്കണ്ട. ഈ വിക്ടിം കാർഡ് ഇറക്കിയിട്ട് യാതൊരു കാര്യമില്ല. മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? നിനക്കെന്താ ഭ്രാന്തായോ? ഇവിടുന്ന് പോ പ്ലീസ്. ഇതിനൊക്കെ നീ വലിയ വില കൊടുക്കേണ്ടി വരും. എന്താ നീ വിചാരിച്ചത്? നിന്നെപ്പോലൊരു ഭിക്ഷക്കാരനെ ഞാൻ സ്നേഹിച്ചെന്നോ? ഒരിക്കലുമില്ല. നീ ആരാണെന്നറിയോ? പേരിന് മാത്രം ഒരു ഹൗസ് ഹസ്ബൻഡ്. ഞങ്ങളുടെ കമ്പനിയിലെ 30% ഷെയർ നിനക്ക് ഒരിക്കലും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നാലും ചെയ്യും. എന്തും. ആണോ? നീ എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കാണണോ? ജീജു, ഇല്ല ജീജു, പ്ലീസ് വേണ്ട. ജീജു പ്ലീസ്. എന്താ നീ ചെയ്യുന്നത്? നിനക്കെന്താ ഭ്രാന്തായോ? എന്താ ഇത്? നിനക്കെന്താ ഭ്രാന്തായോ? എന്താ ഈ കാണിക്കുന്നേ? പ്ലീസ് എന്നെ വിശ്വസിക്കേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇയാൾക്കൊരു കോടീശ്വരനാവണത്രേ. അതിന് ഇയാൾ എന്നെ... അവള് കള്ളം പറയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് സത്യമാ. പ്ലീസ് എന്നെ വിശ്വസിക്കേ. നിന്നെ ഈ വീട്ടിലെ മരുമകനായി സ്വീകരിച്ചു.
ബഹുമാനവും സമ്പത്തും എല്ലാം തന്നു. എന്നിട്ടും നീ ഈ വീട്ടിലെ മകളുടെ നേരെ മോശം കണ്ണുവെച്ചോ. നീ ഒരു നാണമില്ലാത്തവന്. അനുഷ്ക, അനന്യ, പ്ലീസ് എന്നെ വിശ്വസിക്കേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ അഴുക്കായ നാവുകൊണ്ട് ഇനി എന്റെ പേര് പോലും വിളിക്കരുത്. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു. ഇന്ന് നീ എല്ലാ അതിരുകളും കടന്നിരിക്കുന്നു കൃഷ്. കമ്പനിയിലെ നിനക്കുള്ള 30% ഷെയർ ഈ നിമിഷം മുതൽ റദ്ദാക്കുന്നു. നീ ഇനി ഈ കമ്പനിയുടെ ബോർഡ് മെമ്പറായിട്ട് തുടരണോ വേണ്ടയോയെന്ന് അടുത്ത ബോർഡ് മീറ്റിംഗിൽ തീരുമാനിക്കും. അനു, സമൂഹത്തിന്റെ കണ്ണിൽ അവൻ നമ്മുടെ മരുമകനാണ്. ഇപ്പൊ തന്നെ അവനെ ബോർഡിൽ നിന്ന് മാറ്റിയാൽ അത് നമുക്ക് തന്നെ അപമാനമാകും. പിന്നെ ഈ കമ്പനി ഇത്രയും ഉയരത്തിലെത്തിക്കുന്നതിൽ അവനും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് അവൻ ഒരവസരം കൂടി കൊടുക്കണം. എന്തവസരം? നമ്മുടെ കമ്പനിയുടെ പുതിയ ഓഫീസ് സിംഗപ്പൂരിൽ തുറക്കാണ്. അവനെ 3 വർഷത്തേക്ക് സിംഗപ്പൂരിലേക്ക് അയക്കാം. അവന്റെ കഠിനാധ്വാനവും അച്ചടക്കവും കൊണ്ട് അവൻ സ്വയം തെളിയിച്ചാൽ വീണ്ടും ഈ കുടുംബത്തിന്റെ ഭാഗമാകാം. അല്ലെങ്കിൽ അതിനുശേഷം നിനക്ക് അവനെ ഡിവോഴ്സ് ചെയ്യാം. അമ്മയ്ക്കിഷ്ടമുള്ളതുപോലെ. അനുഷ്ക, ഇവരുടെ വാക്ക് വിശ്വസിക്കരുത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് സത്യമാ. പ്ലീസ് പ്ലീസ് അനുഷ്ക. ഇന്ന് നമ്മുടെ കമ്പനി ടോപ്പ് 5-ൽ എത്തുന്ന വലിയ ദിവസം അല്ലായിരുന്നെങ്കിൽ, അനുഷ്ക നേരിട്ട് നിന്നെ ലഞ്ചിന് വിളിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു. നീ വരുന്നുണ്ടെങ്കിൽ കാറിൽ കയറിക്കോ. അവളാണോ എന്നെ ലഞ്ചിന് വിളിച്ചത്? ഇത്ര പെട്ടെന്ന് ഇത്ര സ്നേഹം. എന്നെ വീണ്ടും അപമാനിക്കാനുള്ള പുതിയ വഴിയാണോ ഇത്? ഇല്ലെങ്കിൽ ഇതും ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണോ? വരണമെങ്കിൽ കയറിക്കോ. ഈ ഡിവൈസിന്റെ റിമോട്ട് എനിക്ക് കിട്ടുന്നത് വരെ ഇവരെ സഹിക്കേണ്ടി വരും. അതിനുശേഷം നമ്മുടെ വഴികൾ എന്നും വേറെയാകും. ഋഷ്, നീ ആകെ മെലിഞ്ഞു പോയല്ലോ. നിന്റെ യാത്രയൊക്കെ എങ്ങനെയായിരുന്നു മോനെ? അമ്മ നിന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക. എന്നിട്ട് നിന്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ. എന്നെ കുറിച്ച് വിഷമോ? എന്തിനാ വിഷമം? ഞാൻ ജീവനോട് ഇരിക്കുന്നതിനാണോ? അല്ലെങ്കിൽ ഇത്രയും കഴിഞ്ഞിട്ടും ഞാൻ എങ്ങനെ ജീവനോടെ തിരികെ വന്നുവെന്നാണോ? സർ, എന്തിനാ എന്നോട് ഇതൊക്കെ ചെയ്തത്? കാരണം നിന്റെ വീട്ടുകാർ മുകളിൽ നിന്ന് ഓർഡർ നൽകിയിരുന്നു കൃഷ് ഖന്നയെ നന്നായി നോക്കിക്കോളാൻ. നമ്മളാണ് വ്യാജ കേസുണ്ടാക്കി അവനെ ജയിലിൽ അയച്ചതെന്ന് ഇയാൾക്ക് മനസ്സിലായോ? ജീജു, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുടുംബമല്ലേ? നിങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാനാവോ ഞങ്ങൾക്ക്? ഇൻഫാക്ട് നീ തിരികെ വരാൻ ഞങ്ങൾ 3 വർഷമായി കാത്തിരിക്കായിരുന്നു നിന്റെ ഡെഡ് ബോഡിക്ക്. നീ പറഞ്ഞത് ശരിയാ. ജയിലിൽ കിടന്നപ്പോ ഞാനും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന്. അനുഷ്ക കമ്പനിയിലെ 30% ഷെയർ എനിക്ക് നൽകുമെന്ന് പറഞ്ഞ ദിവസമാണ് ഞാൻ പെട്ടെന്ന് ജയിലിലെത്തിയത്. ശരിയല്ലേ? നിങ്ങൾ എന്താ കരുതിയത്? ഈ സത്യം ഞാൻ ഒരിക്കലും അറിയില്ലെന്നോ? മിണ്ടാതിരിക്കേ. ഞങ്ങൾ നിന്റെ മുതിർന്നവരാ. ഞങ്ങളുടെ മേൽ ഇങ്ങനെ ഒരു വ്യാജ ആരോപണം ഉന്നയിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അച്ഛാ, നിങ്ങൾക്ക് ആ മുതിർന്നവരുടെ ബഹുമതി അന്നേ നഷ്ടമായി. നിങ്ങളൊക്കെ എന്നെ പേടിച്ചിരുന്നു. ഞാൻ ഈ വീട്ടിൽ തുടർന്നാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് എന്നെ ജയിലിൽ അയച്ചത്. അതാണ് സത്യം. എന്റെ അച്ഛനോട് അങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞങ്ങളുടെ സത്യം നിനക്കറിഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവില്ല. അനുഷ്ക ഒരിക്കലും നിന്നെ വിശ്വസിക്കില്ല. അനന്യ, മരുമകനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ആദ്യം അവനോട് മാപ്പ് പറ. മാപ്പോ? ഒരിക്കലുമില്ല. ഇവന് മാപ്പല്ല, ഒരടിയാ വേണ്ടത്. ഡോണ്ട് ബി സോ റൂഡ് ദീദി. എന്റെ ബ്രദറിലോ ഇത്രയും വർഷം ജയിലിലായിരുന്നില്ലേ? അതായത് നമ്മളിൽ നിന്ന് അകന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പ്ലീസ്, ഇനിയൊന്നും പറയണ്ട. ഇയാള് നിന്നോട് എന്താ ചെയ്തേന്ന് മറന്നോ? ഇയാള് കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു, അപമാനങ്ങൾ സഹിച്ചു. ഇയാൾക്ക് മാപ്പോ കരുണയോ അർഹതയില്ല. നല്ലൊരു തല്ല വേണ്ടത്. മതി. ഇന്ന് അനുഷ്ക
കൃഷിനെ പ്രത്യേക അതിഥിയായിട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആരും പഴയ കാര്യങ്ങൾ സംസാരിക്കരുത്. കൃഷ്, ഇത്തവണയും അനുഷ്കയെ നിരാശപ്പെടുത്തരുത്. പ്രത്യേകമായി ക്ഷണിച്ചെന്നോ? ഞാൻ ജയിലിലും മരിച്ചു കഴിഞ്ഞപ്പോ അനുഷ്ക എവിടെയായിരുന്നു? ഇന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പോലും എന്തുകൊണ്ട് വന്നില്ല? ബ്രദറിലോ എന്താണെന്നറിയോ, വീട്ടിലാകെ പെട്ടെന്ന് ഒരുപാട് നെഗറ്റിവിറ്റി നിറഞ്ഞതുപോലെ. അപ്പോ അതൊക്കെ സാനിറ്റൈസ് ചെയ്ത് കളയാന്ന് കരുതി. ഈ ദിവസത്തിന് ശേഷം ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഇനി ഉണ്ടാകില്ല. എല്ലാരും റെഡിയാണല്ലേ? വിഷമിക്കണ്ടമ്മേ. കൃഷി ജയിലിൽ നിന്ന് തിരികെ വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ സ്വത്തിൽ അവന് ഒരു പങ്കം കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്തവണ അവനെ ജയിലിലേക്കല്ല, നേരെ മറ്റൊരു ലോകത്തേക്കാണ് അയക്കുക. മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ മുറിക്ക് ഒരു മാറ്റമില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എനിക്ക് നിന്നെ മറക്കാൻ കഴിഞ്ഞില്ല അനുഷ്ക. നിന്നെ സ്നേഹിച്ചതും നിന്നെ വിവാഹം കഴിച്ചതുമാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അനുഷ്ക, നീ എന്നെ ശരിക്കും സ്നേഹിച്ചിരുന്നെങ്കിൽ ഇത്രയും വേദന ഞാൻ അനുഭവിക്കാൻ നീ ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല. ഒരിക്കലും. ഈ മുറിയില് നമ്മുടെ ആദ്യ കൂടിക്കാഴ്ചയിലെ വസ്ത്രങ്ങൾ ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ എന്നെ മാത്രം നീ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കി. ഇതിനെല്ലാം ഒരു നാൾ നീ എനിക്ക് മറുപടി പറയേണ്ടി വരും അനുഷ്ക. തീർച്ചയായും പറയേണ്ടി വരും. അമ്മേ, കൃഷി തിരിച്ചെത്തിയോ? അതേ മോളെ, മരുമകൻ വന്നിട്ടുണ്ട്. അവൻ നിന്റെ മുറിയിലുണ്ട്. കൃഷ്, കൃഷ് എവിടെയാ നീ? കൃഷ്, കൃഷ് എവിടെയാ നീ? ബ്രദറിലോ, നിനക്ക് ചെവി കേൾക്കില്ലേ? ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? അനുഷ്ക ദീദി വന്നിട്ടുണ്ട്. ഇന്നും അനുഷ്കയെ അപമാനിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇത്തവണ ഞാൻ വെറുതെ വിടില്ല. താഴേക്ക് വാ. ദാ വരുന്നുണ്ട്. ഹലോ അനുഷ്ക മാം, സുഖമാണോ? അനുഷ്ക മാമോ? കൃഷ്, നമ്മുടെ ഇടയിൽ ഇത്ര ഫോർമാലിറ്റി എപ്പോഴാ വന്നത്? അനുഷ്ക കൂടി അറിഞ്ഞുകൊണ്ടാണോ അവനെ ജയിലിലടച്ചത്? അവളുടെ ഇപ്പോഴത്തെ പെട്ടെന്നുള്ള ഈ സ്നേഹത്തിന്റെ പിന്നിൽ എന്തായിരിക്കും? ഈ കഥയുടെ ബാക്കി അറിയാൻ കേൾക്കൂ ഗുലാം ഘർ ജമായി. ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.